പണിയൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു കുടുംബമായിട്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ മൂലം ഇദ്ദേഹം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം ലാസ്റ്റ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷം. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ബാലശ്ശേരിയിൽ സ്വന്തം പ്രവാസിയായ ഭർത്താവിനെ ചതിച്ച് തേച്ചൊട്ടിച്ചുകൊണ്ട് മൂഞ്ചിച്ച് കമ്പിത്തിയാക്കി കൈ കൊടുത്തുകൊണ്ട് തൻ്റെ കാമുകനായ വേറെ ഭാര്യയും മക്കളുമുള്ള ഒരു അപരാധി മോനോട് ഒളിച്ചോടിപ്പോയ സഹലയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ സഹലയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കമൻറ്റ് ഇങ്ങനെ ആയിരുന്നു: ആ പ്രവാസിയായിട്ടുള്ള വ്യക്തി വളരെയധികം പഞ്ചഭാവമാണ്, നല്ലവനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവിടെ ആ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാനതങ്ങ് വിട്ടു. അപ്പം തന്നെ മനസ്സിലായി ഏതാണ്ട് ആ വ്യക്തി അത്യാവശ്യം നല്ലൊരു വ്യക്തിയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന, കുടുംബത്തിന് വേണ്ടിയിട്ട് അന്യ നാട്ടിൽ പോയി കിടന്ന് പട്ടിയെ പോലെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഈ പെൺകുട്ടി, സോറി അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, മോളെന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സകല എന്ന് പറയുന്ന ഇവള് തിന്ന് കൊഴുത്ത് എല്ലിൻ്റെ ഇടയിൽ കയറി കടിയും കൂടിയിട്ട് കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയി. കാമുകന് വേറെ കുടുംബമുണ്ട്, അവിടെ 2 കുടുംബം തൊലച്ച് നാറാണത്താക്കിയിട്ടാണ് ഈ കടയാടി മോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇവിടെ തന്നെ കൂടാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു വീഡിയോ കൊടുക്കാം. അതിനു മുന്നേ ഈ കടയാടി മോളെയൊക്കെ പറ്റിയിട്ട് 10 പറയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വിമ്മിഷ്ടമാണ്. ഓക്കെ, ഇതുപോലത്തെ കടയാടി മക്കൾ കാരണം ഇപ്പം മൊത്തം പ്രവാസികളുടെ ഭാര്യയ്ക്കും നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചീത്തപ്പേര് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിലവരൊക്കെ വന്നിട്ട് പറയുകയാണ് അത് പ്രവാസികളുടെ ഭാര്യമാർ അങ്ങനെയാണ്, പിന്നെ മുസ്ലിമായിട്ടുള്ള പ്രവാസികളുടെ ഭാര്യമാരും ഇങ്ങനെയൊക്കെയാണ്, അവളുമാർ വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, എന്നിട്ട് കൂടുതൽ ഒളിച്ചോടുന്ന ഇവളുമാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ മതം പറഞ്ഞും പിന്നെ പ്രവാസികളുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെയാണെന്നുള്ള ടാഗ് ലൈനിൽ പറയുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, കമൻസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയരുത്. ഒരു കടയാടി മോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കടയാടി മോളെ മാത്രം പറയണം, അല്ലാണ്ട് അവളെ ഏത് മതം നോക്കിയിട്ട് അത് പറയാനോ, അല്ലെങ്കിൽ അവളുടെ ജാതി നോക്കിയിട്ട് അത് പറയാനോ, അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ്, പ്രവാസികളുടെ ഭാര്യമാരെല്ലാം ഇങ്ങനെയാണ്, ഇങ്ങനത്തെ വൃത്തികെട്ട സംസാരിക്കില്ല. കാരണം എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഭാര്യമാർ പ്രതികരിക്കുന്നുണ്ട്. അവർക്കിതൊന്നും കേട്ടിട്ട് സഹിക്കുന്നില്ല. 10ഉം 20ഉം വർഷമായിട്ട് തൻ്റെ ഭർത്താവ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു, എന്നാൽ അവരെ ശരണം, അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഭാര്യമാരായിട്ടുള്ള ആൾക്കാർ നാട്ടിലുണ്ട്. അവരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ വിഷമമുണ്ട് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ. പ്രത്യേകിച്ച് ജനറലൈസ് ചെയ്ത് എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ ഇഷ്ടംപോലെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ചില വീഡിയോ ചെയ്യുന്ന മഹാന്മാരായാലും അങ്ങനെ പറയാതിരിക്കുക. ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടുവരുന്നത് പൊതുവെ നമ്മുടെ ഗ്രൂപ്പുകളിലും അവിടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നത് ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളായിട്ടുള്ള താത്തമാരാണ് ഏറ്റവും കൂടുതൽ പ്രവാസികളായിട്ട് ഭർത്താക്കന്മാർ അന്യനാട്ടിൽ കഷ്ടപ്പെടുമ്പോൾ നാട്ടിൽ ഒളിച്ചോടുന്ന, അല്ലെങ്കിൽ വേറെ കള്ളക്കാമുകന്മാരെ വയ്ക്കുന്ന ആ ഒരു ട്രാക്ക് പിടിക്കരുത്. കാരണം ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാർ നാട്ടിൽ ഉണ്ട്, ഇതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള താത്തമാർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന അവരെ കാര്യം നോക്കി ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. എന്നാൽ ഇതുപോലത്തെ കടിമൂത്ത അപരാധി മക്കളാണ് കാമുകന്മാരോടെയും കള്ളക്കാമുകന്മാരോടെയും മൊബൈൽ നന്നാക്കാൻ പോയവൻ്റെ കൂടെ അപ്പുറത്തെ അയൽവാസികളോടെയൊക്കെ ഒളിച്ചോടി പോകുന്നത് കടികൾ തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ പറയാൻ പറ്റൂല, അവളുടെ മാനസികാവസ്ഥ വേറെ പൊട്ടിയിട്ട് കുടുംബ പ്രശ്നമൊക്കെ ആയിരിക്കും. എന്ത് കുടുംബ പ്രശ്നം വാങ്ങാത്തോലി? വേറെ ഭാര്യ മക്കളും ഉള്ള ഒരുത്തൻ്റെ കൂടെ അവൾ മറ്റേ കടി തീർക്കാൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. 13 പവൻ സ്വർണ്ണം എടുത്തോണ്ട്. കുറേ ദിവസം കഴിയുമ്പം ഈ കടിയൊക്കെ അങ്ങ് നിൽക്കും, മനസ്സിലായേ? കയ്യിലെ കാശും തീരും, 13 പവൻ സ്വർണവും തീരുമ്പോൾ അവൻ്റെ തിളപ്പം അങ്ങ് നിൽക്കും. ഡെയിലി നമ്മളെ കട്ട് തിന്നുമ്പോൾ കിട്ടുന്ന സുഖം സ്വന്തമായി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ, ഡെയിലി കട്ട് തിന്നുമ്പോൾ ഒരു സുഖം കിട്ടും, കട്ട് തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖം. പക്ഷെ സ്വന്തമായി കഴിയുമ്പോൾ പിന്നെ കിട്ടത്തില്ല. അവനും മടുക്കും, അവനും ഇട്ടേച്ചങ്ങ് പോകും. പിന്നെ നീയൊക്കെ പെരുവഴിയിലാവും, വല്ല റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ വല്ല സ്മഗ്ലിംഗ് കേസിലോ വല്ലതൊക്കെ പിടിക്കപ്പെടും. ഈ ലെവലിൽ നീയൊക്കെ നശിച്ച് നാറാണ്ട് താകണം. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നീ കൊണ്ടുപോയില്ലേ മകനായിട്ടുള്ള വ്യക്തി, ആ മകനെ തിരിച്ച് ആ പ്രവാസിയായിട്ടുള്ള ആ വ്യക്തിക്ക് വിട്ടുകൊടുക്കണം. അതായത് ആ കുട്ടിയുടെ അച്ഛന് വിട്ടുകൊടുക്കണം. നിനക്ക് ഒരു അർഹതയില്ല ആ കുട്ടിയെ കൊണ്ടുപോകാൻ. നിന്നെപ്പോലത്തെ ഒരു പിഴച്ച തള്ളേരെ കൂടെ ഇറങ്ങി ആ മകൻ വന്നു കഴിഞ്ഞാൽ നാളെ അവനും ചീത്തപ്പേരായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആ മകനെ തിരിച്ച് അവൻ്റെ അച്ഛനിൽ ഏൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ഒരു ലേഡി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണും. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് വട്ടം കറങ്ങി കളിക്കുവാണ് ഈ ചേച്ചിയുടെ മുഖവും ഈ ചേച്ചിയുടെ കുഞ്ഞിന്റെ മുഖം. അതായത് കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പേര് ഷഹനാസ് എന്നാണ്. ഇവർക്കൊരു 7 വയസ്സുള്ള ഒരു മകനുമുണ്ട്. ഇവരുടെ ഭർത്താവ്
ഗൾഫിലായിരുന്നു. അതായത് 2 വർഷമായിട്ട് ഗൾഫിലാണ് ഇപ്പോൾ. ഇതിനു മുൻപ് കല്യാണം കഴിയുന്നതിന് മുൻപും കല്യാണം കഴിഞ്ഞ സമയത്തും ഈ ഇദ്ദേഹം അതായത് ഭർത്താവ് നാട്ടിൽ തന്നെ അല്ലറ ചില്ലറ പണിയൊക്കെ ചെയ്ത് ജീവിക്കായിരുന്നു കുടുംബമായിട്ട്. അത് കഴിഞ്ഞിട്ട് സാമ്പത്തിക ബാധ്യതയൊക്കെ മൂലം ഇദ്ദേഹം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷം ലാസ്റ്റ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 8 വർഷത്തോളമായി. കഴിഞ്ഞിട്ട് 2 വർഷത്തിന്റെ ലീവിന് ഇരിക്കവേ ഇദ്ദേഹം നാട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യയോടും കുടുംബത്തിനോടൊക്കെ പറഞ്ഞു, അത് ഞാനിങ്ങനെ ലീവിന് വരാനിരിക്കുകയാണെന്ന് പറഞ്ഞു. എങ്ങനെ വരാനിരിക്കവെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടിയെയും കാണാനില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി പോലീസിൽ കേസൊക്കെ കൊടുത്തു. ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നൊരു ഇതാണ് നിഗമനം വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത ഈ എനിക്കൊന്ന് നാളെ തിങ്കളാഴ്ചയോടെ എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒരു കോടതിയിൽ ഹാജരാകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. സംഭവം ഈ സ്ത്രീ എവിടെ പോയിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ അവിടെ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ ഒരു പുള്ളിക്കാരനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയാണ് പോയിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 കുട്ടികളും ഭാര്യ ഉള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് അയാൾ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഫോൺ വഴിയായിരിക്കുമല്ലോ. അപ്പൊ ആ ഫോൺ വഴിയുള്ള സംഭാഷണത്തിലായിരിക്കും നിങ്ങൾ വീണ് പോയിരിക്കുന്നത്, അല്ലെ? നിങ്ങളുടെ മനസ്സ് കൈവിട്ട് നിങ്ങൾ അയാളിലോട്ട് വീണത്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇയാൾക്ക് ഈ നിങ്ങള് ഇപ്പൊ കൂടെ പോയേക്കണ ലവനുണ്ടല്ലോ, അയാൾക്ക് അയാളുടെ ഭാര്യനെയും കുടുംബത്തിനെയും നിങ്ങളെ കണ്ടതുപോലെ, നിങ്ങളോട് പെരുമാറിയതുപോലെ, നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്തുകൊണ്ട് ആ പഞ്ചാര വാക്കുകൾ എന്തുകൊണ്ട് സ്വന്തം ഭാര്യ എടുത്ത് കാണിക്കാൻ തോന്നിയില്ല? അപ്പൊ കണ്ടവന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ കാണിച്ച് അവര് സോപ്പിലാക്കി അവരെ അങ്ങ് കടത്തിക്കൊണ്ടുപോകാം. എന്നിട്ട് സ്വന്തം ഭാര്യയോട് ഇതൊന്നും ഇല്ല. അങ്ങനെ സ്വന്തം ഭാര്യനെ ഗൗനിക്കാത്ത ഒരാളുടെ കൂടിയാണ് ഇപ്പൊ നീ പോയിരിക്കുന്നത്. നിങ്ങൾ എന്തുറപ്പോടെ നിങ്ങൾ അയാളുടെ കൂടെ ജീവിക്കും? നിങ്ങൾ എന്തുറപ്പോടെ ജീവിക്കും? സ്വന്തം മക്കളെയും സ്വന്തം ഭാര്യനെയും ചതിക്കുന്ന അയാളുടെ കൂടെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ കാണുമ്പോ ഈ പറയുന്ന ആ പെണ്ണിന്റെ പുറകെ പോകത്തില്ലേ? അത് നിങ്ങൾ ആലോചിക്കണം. പിന്നെ നിങ്ങൾ ചതിച്ച നിങ്ങളുടെ ഭർത്താവിനും കൂടെയാണ്. അത് നിങ്ങൾ ഓർക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഈ പുറംനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കാം, ഈ പുറംനാട്ടിലെ ജീവിതം എന്ന് പറയുന്നത് അത് അത്ര വലിയ സുഖമുള്ളതല്ല. നല്ല കഷ്ടപ്പാട് തന്നെ. അവിടെ പോയി ജീവിക്കുന്ന ഓരോരുത്തർക്കും, അതും ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ നേരത്ത്, അതായത് ഒറ്റയ്ക്ക് പോയി അവിടെ പോയി കഷ്ടപ്പെടാൻ നേരത്ത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് അറിയില്ല. അതൊന്നും അറിയാതെ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ ഈ ജീവിച്ചു പോകുന്നത്. നിങ്ങളിപ്പോ നല്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിലായിരിക്കാം നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നത്. എന്തായാലും നമിച്ചു. ഇത്രയും അവിഹിത കൊലകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പോലും അതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും മതിയാവുന്നില്ലല്ലേ? അതിലൊരാളാവാതിരിക്കട്ടെ നിങ്ങൾ. എന്തായാലും അത്രേ നമുക്കിപ്പോ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ നാളെ വന്നത് കോടതിയിൽ ഹാജരാകുമായിരിക്കും. എനിക്ക് ഇങ്ങനെ താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് പോയത് എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കും. എങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞ് നല്ല ജീവിതം ജീവിക്കട്ടെ. അല്ലാതെ നിങ്ങളുടെ കൂടെ വന്ന ഈ മറ്റേ ജീവിതം ജീവിക്കുന്നതിനേക്കാളും നല്ലത്. സത്യം, ആ കുട്ടിയെങ്കിലും നല്ലൊരു ജീവിതം ജീവിക്കട്ടെ. ആ കുട്ടിയെ തിരിച്ച് എൻ്റെ വാപ്പാരെ കയ്യിൽ വിട്ടുകൊടുക്കുക. നിന്റെയൊക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ട അപരാധങ്ങളുടെ കൂടെ ജീവിച്ച് അപരാധിയായി മാറും ആ പയ്യന്. അതുകൊണ്ട് ആ കുട്ടിയെ തിരിച്ച് അവൻ്റെ വാപ്പയ്ക്ക് ഏൽപ്പിക്കുക. നിന്നെ പോലത്തെ കടയാടി മക്കളാണ് ഈ നാടിന് തന്നെ ശാപം. ഓക്കെ, നീയൊക്കെ കാരണം ഇപ്പൊ പലർക്കും ചീത്തപ്പേര് കേട്ടോണ്ടിരിക്കുകയാണ്. ദയവായിട്ട് ജനറലൈസ് ചെയ്ത് പറയരുത്. ഇതുപോലത്തെ കടയാടി മക്കൾ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ കടയാടി മക്കളെ പറയണം. ഇതിപ്പം മുസ്ലിം മതത്തിൽ മാത്രമൊന്നുമില്ല, എല്ലാത്തിലും ഒളിച്ചോട്ടം അതും ഇതും അവീതങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ചിലതൊക്കെ അറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അല്ലാതെ അറിയാതെ പോകുന്ന എത്രയോ കേസുകളുണ്ട്. അതുകൊണ്ട് മതവും ജാതിയൊന്നും പറഞ്ഞ് ദയവായിട്ട് ജനറലൈസ് ചെയ്ത് പറയാതിരിക്കുക. താത്തമാര് മാത്രമാണ് ഇങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഈ ഒരു ലെവലിൽ നമ്മൾ സെൻസസ് എടുത്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് പിന്നെ കുറച്ചെങ്കിലും എവിടെയെങ്കിലും ഉളുപ്പുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ നീ മാതിരി തന്തയില്ലാത്ത പരിപാടി ചെയ്യത്തില്ല. ആ കൊച്ചിനെ തിരിച്ച് എൻ്റെ വാപ്പാക്ക് വിട്ടുകൊടു. നിന്നെ പോലത്തെ അപരാധി മക്കൾ കാരണം നാട് നശിച്ച്. പിന്നെ നിന്നെ കൊണ്ടുപോയവൻ അവന്റെ കുടുംബം നശിപ്പിച്ചിട്ടാണ് നിന്നെ പോലത്തെ ഒരുത്തിയെ കൊണ്ടുപോയത്. ഓക്കെ, നീ ഒന്ന് മനസ്സിലാക്കുക. അവന്റെ ഭാര്യയും മക്കളെയും വേണ്ട. ഓക്കെ, നിനക്ക് നിന്റെ ഭർത്താവിനെയും വേണ്ട. അങ്ങനെ 2 അപരാധികളും കൂടിയാണ് ഒന്നിച്ചിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അവന്റെ കഴപ്പങ്ങോട്ട് അടങ്ങും. അവന് വേറെ കാണുമ്പം അങ്ങോട്ട് പോകാൻ തോന്നും, ചാഞ്ചാടാൻ തോന്നും. അപ്പോൾ നീ വെറും ഡമ്മിയായി മാറും. നിന്നെ പോലത്തെ അയ്യോ മടുത്തവള ഈ സെറ്റപ്പ് ആവോടി, നീ നോക്കോ, നീ എഴുതി വെച്ചോ. നീയൊക്കെ നാളെ ഏതെങ്കിലും ട്രാക്കിലോ വല്ലതൊക്കെ കിടക്കുന്ന ന്യൂസ് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ. ഓക്കെ, കാരണം നീയൊക്കെ അങ്ങനെ നശിക്കേണ്ട ടീംസാണ്. നീയൊക്കെ ഈ ഭൂമിക്ക് ശാപമാണ്, ഭൂമിക്ക് വെയിറ്റ് കൂടുതലാണ് നീയൊക്കെ. അതുകൊണ്ട് നീയൊക്കെ നശിക്കണം, നശിച്ച് നാറാണത്താവണം. അവസ്ഥയുടെ അവിടെ വേറൊരു സ്ത്രീയും 3 മക്കളും അനാഥരായി. ഓക്കെ, നിന്റെയൊക്കെ കടി തീർത്തത് മൊബൈൽ നന്നാക്കാൻ പോയി, അതുവഴി ട്രാക്ക് പിടിച്ച് പരിപാടി. സൂപ്പർ. നിനക്കൊക്കെ എല്ലാത്തിനും ഒരു ഓസ്കാർ പിടിച്ച് തരണം. ഇതുപോലെ ആയിരിക്കണം അപരാധി മക്കളെ. ഞാനൊന്നും പറയുന്നില്ല. കുറച്ച് കമന്റ്സ് ഞാൻ ഇന്നലെ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടോ. അതുൽ ബ്രോ നോക്കട്ടെ. ഓക്കെ, അതുൽ ബ്രോ, ഞാനും പ്രവാസിയുടെ ഭാര്യയാണ്. എൻ്റെ ഇക്കയും മക്കളും അല്ലാതെ ഒരു ലോകം എനിക്കില്ല. എല്ലാ ഭാര്യമാരും അങ്ങനെ അല്ല. ഭർത്താവിൻ്റെ ഗ്യാപ്പ് നികർത്താൻ പലരും വരും. ഒരുത്തനെയും അടുപ്പിക്കരുത് സ്ത്രീകളെ. ഓക്കെ,
ഇതൊരു പ്രവാസിയുടെ ഭാര്യ ചെയ്തിട്ടുള്ള കമന്റാണ്. കണ്ടല്ലോ, ഒരുപാട് പേര് ഭർത്താവില്ലാത്ത ഗ്യാപ്പ് നികത്താൻ വരും. അപ്പോൾ അവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചില നാറുകൾ അപ്രോച്ച് ചെയ്ത് കാണും. അപ്പോൾ അതിലൊന്നും വീഴാണ്ട് അതിലെല്ലാം പിടികൊടുക്കാണ്ട് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. ഇതും ഒരു താത്തയാണ്. അപ്പോൾ നല്ലവരായിട്ടുള്ളവരും ഉണ്ട്. കണ്ട 1-2 അപരാധികൾ പോയെന്ന് വെച്ചിട്ട് അവർ മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന നിർത്തുക. പ്രത്യേകിച്ച് വീഡിയോ ചെയ്യുന്ന ചേട്ടന്മാരടക്കം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. ഓക്കെ, ഇതിൽ ജാതി മതം നോക്കി കമന്റ് ഇടേണ്ട ആവശ്യമില്ല. എല്ലാ മതത്തിലും ഉണ്ട്. സത്യം, ജാതി മതമൊന്നുമില്ല. കുറെ അപരാധി മക്കളുണ്ട് എല്ലാത്തിലും. അത് ഏത് മതമായാലും ജാതി ആയാലും ഉണ്ട്. ഇതുപോലെ ഭർത്താവിനെ മൂഞ്ചിച്ചിട്ട് കണ്ട കടിയന്മാരോടെ പോയി സുഖം തേടുന്ന അവിഹിതത്തിന് ഒരു പ്രത്യേക സുഖമാണ്, കട്ട് തിന്നുന്ന സുഖം. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണൂല. സ്വന്തമായി കഴിഞ്ഞ് കുറെ 10 കളിയും കഴിയുമ്പോൾ ആ സുഖം അങ്ങ് മാറും. പിന്നെ വേണ്ടായിരുന്നെന്ന് തോന്നും. പിന്നെ മൂഞ്ചലും ആമ്പലും ആവും. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് എനിക്ക് 18 വയസ്സായപ്പോൾ ഗൾഫിൽ പോയി. ആ ടൈമിൽ എനിക്ക് 1.5 വയസ്സുള്ള മോളുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നം കാരണം എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ഉമ്മാക്ക് മാനക്കേടോട് കാരണം കെട്ടിച്ച പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് എന്ന്. പക്ഷേ എൻ്റെ ഉപ്പ മരിച്ചു പോയതിന് അതുകൊണ്ട് അവിടെ ഒന്നും എനിക്ക് ഒരു ഓപ്ഷനും ഉണ്ടായില്ല. ഭർത്താവ് വിവരമറിഞ്ഞ് റെന്റിന് ഒരു ഫ്ലാറ്റ് എടുത്ത് തന്നു. ഞാനും മോളും അതിൽ തനിച്ച്. ഭർത്താവിൻ്റെ കൂട്ടുകാരെല്ലാം സാധനം കൊണ്ട് തന്നു. മാസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞിന് പനി വന്നാലും ടൗണിൽ പോകാനും സ്ഥിരം ഒരു ഓട്ടോ വിളിക്കും. ആ നമ്പർ തന്നത് അയൽവാസി ആയിരുന്നു. അങ്ങനെ അയാൾ എന്നോട് ഡബിൾ മീനിങ് സംസാരിക്കും. ബട്ട് എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അങ്ങനെ ഹസ് ഫോണിൽ വിളിച്ചാൽ ഞാൻ ആ ദിവസം ഉള്ളത് ഫുള്ള് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഈ കാര്യം അതിൽ പറഞ്ഞു. അപ്പോൾ ഹസ് എനിക്ക് അത് ശരിക്ക് ക്ലിയർ ആയി പറഞ്ഞു തന്നു. അതിനുശേഷം ആ വണ്ടിയിൽ പോകരുതെന്ന് പറഞ്ഞു. കൂട്ടുകാരോട് ഹസ് കാര്യങ്ങൾ പറഞ്ഞു. ആ ഓട്ടോക്കാരനെ വിളിച്ച് അവർ നന്നായി പെരുമാറി. വെരി ഗുഡ്. പ്രവാസികളുടെ ഭാര്യമാരെ ചിലർ മോശം കണ്ണുകൊണ്ട് കാണും. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കേട്ടോ. അതിനുശേഷം എൻ്റെ ഹസ് നാട്ടിൽ വന്ന് നിന്ന് പിന്നീട് പോയിട്ടില്ല. ഇപ്പോൾ 14 വർഷം കഴിഞ്ഞു. കേട്ടല്ലോ, പ്രവാസികളായിട്ട് ഭർത്താക്കന്മാർ പുറത്തായിരിക്കുന്ന സമയത്ത് ഭാര്യമാരെ വളയ്ക്കാൻ കുറേ എണ്ണം നോക്കും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഈ സെക്ഷുവൽ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ആണിനും ഉണ്ട് പെണ്ണിനും ഉണ്ട്. സ്ത്രീകൾക്ക് കൂടുതലാണ്. സ്ത്രീകൾക്ക് കൂടുതലാകുമ്പോൾ തന്നെ ഈ പ്രവാസികളായിട്ട് പുറത്ത് ഭർത്താക്കന്മാരായിരിക്കും. അവർക്ക് ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നാട്ടിലുള്ള കുറേ ചെറ്റകൾ അല്ലെങ്കിൽ ഓൺലൈനിലുള്ള കുറേ ചെറ്റകൾ ഇവളുമാരെ വളയ്ക്കാൻ നോക്കും. വളയ്ക്കുമ്പം ഒരു തോള് ചായ്ക്കാൻ ഒരു ഇടം കൊടുക്കുമ്പോൾ ഇവളുകളെ സാമാനം കൊണ്ടങ്ങ് ചായ്ച്ച് വെച്ച് കൊടുക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ വളച്ചവനെ മാത്രം ഞാൻ തെറ്റു പറയത്തില്ല, വളഞ്ഞ ഇവളെയും തെറ്റു പറയും. ഒരുത്തൻ തോള് ചായ്ച്ചു കൊടുക്കുമ്പോൾ ചായാൻ പോകുന്നത് എന്തിന്? ഓക്കെ, നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക. നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് അന്യ നാട്ടിൽ പോയി കിടന്ന് ചോര നീരാക്കി പണിയെടുക്കുന്നത് ഓരോ പ്രവാസികൾ. നീയൊക്കെ ഇവിടെ സുഖം തേടി പോകുമ്പോൾ അതൊന്ന് മാത്രം ചിന്തിച്ചാൽ മതി. പിന്നെ ആ കൊച്ചിനെ നീ തിരിച്ചു കൊടുത്തേക്ക്. കടയാടി മോളെ, എനിക്കതേ പറയാനുള്ളൂ നിന്നോട്. നിന്നെപ്പോലത്തെ അപരാധിയുടെ കൂടെ ആ കൊച്ചു വളർന്നു കഴിഞ്ഞാൽ നാളെ ആ ചീത്തപ്പേര് ആ കൊച്ചിനും കിട്ടും. അതുകൊണ്ട് ആ കൊച്ചിന് ദയവ് ചെയ്ത് തിരിച്ചു കൊടുക്കും. നീയൊക്കെ പോയി കളിച്ച് വല്ല ട്രാക്കിലും പോയി കിട. അത് തന്നെ നല്ലത്. ഞാനും ഒരു പ്രവാസിയുടെ ഭാര്യയാണ്. 20 വർഷത്തോളമായി. 2 വർഷം കൂടുമ്പോഴേ നാട്ടിൽ വരൂ. 3 മാസത്തെ ലീവിന് എൻ്റെ ഇക്ക അല്ലാതെ വേറെ ആരെയും ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാണ് സ്നേഹമുള്ള ഭാര്യ ഭർത്താവ്. അതെ, 20 വർഷമായിട്ട് പ്രവാസിയുടെ ഒരു ഭാര്യയാണ് ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഇക്ക അല്ലാണ്ട് എനിക്ക് വേറെ ഒരാളെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത് ഭർത്താക്കന്മാരെ മനസ്സിലാക്കി ജീവിക്കുന്ന ഭാര്യമാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് പോയി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സുഖവും സന്തോഷവും എല്ലാം മാറ്റി വെച്ച് കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക എന്നത് ഒരു 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 സ്നേഹമാണ്. അത് ഒരു കടമ്പയായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയല്ല. അത് ഒരു ബോണ്ടാണ്. അത് ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അല്ലാതെ കാമക്കടി അളവ് ഇവളുമാരെ പോലുള്ള സഹലെ പോലുള്ള വൃത്തികെട്ടവളുമാർക്ക് അത് പറഞ്ഞിട്ടില്ല. ഇതിലൊന്നും ജാതിയും മതവുമില്ല. ഒരാഴ്ച മുന്നേ രജീഷ് ആത്മഹത്യ ചെയ്ത് അവൻ മുസ്ലിമാണ്. അവൻ്റെ കുട്ടിയെ പോലും അവൾ വേർതിരിച്ചു. അവൻ ആത്മഹത്യ ചെയ്തു. ഇതൊന്നും മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയാൻ പാടില്ല. ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ വിഷമുള്ളവരാണ് ഇങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുന്നത്. അതെ, സത്യമാണ്. രജീഷിൻ്റെ കേസ്, രജീഷ് സ്വയം തീർന്നില്ലേ? അവൻ്റെ ഭാര്യയാണ് പ്രവാസിയായത്. അവൾ അവിടെ വേറെ ഒരുത്തനെ കണ്ടെത്തി. അപ്പോൾ കടിയുള്ളവളുമാർ കടിക്കാൻ വേണ്ടിയിട്ടും പണ്ണാൻ വേണ്ടിയിട്ടും പോവും. അതത്രേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ജാതി മതം ഒന്നും പറഞ്ഞാൽ അതിനെ വേർതിരിക്കേണ്ട കാര്യമില്ല. വിഡ്ഢികളാണ് അങ്ങനെ തിരിക്കുന്നത്. ഇനി ഞാനൊക്കെ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നത് 13 വർഷത്തിൽ അധികമായി. മര്യാദയ്ക്ക് ചാറ്റ് ചെയ്യാൻ വരെ ഒരു പെൺകുട്ടിയും എനിക്ക് കിട്ടിയിട്ടില്ല. ഹടേ, ദയവ് ചെയ്തിട്ട് അന്യൻ്റെ കുടുംബത്തിൽ കയറി കളിക്കരുത്. നിനക്ക് കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കുടുംബം ഇല്ലാത്ത ഏതെങ്കിലും പെൺകുട്ടിയെ വേണമെങ്കിൽ നീ വളച്ച് കല്യാണം കഴിച്ചു. എനിക്കതേ പറയാനുള്ളൂ. മറ്റുള്ളവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാതിരിക്കുക. ഓക്കെ,
നിനക്ക് ഇതുപോലെ ചീത്തപ്പേര് കിട്ടും. അത്രേ ഉള്ളൂ. പോകുന്നവർ പോകും, അത് ഏത് മതമായാലും. പോകുന്നതിന് പല കാരണങ്ങളും ഉണ്ടാകാം. മെന്റൽ പ്രോബ്ലം ആകും, സെക്ഷൽ പ്രോബ്ലം ആകും, എന്തോ ആയിക്കോട്ടെ. ഇഷ്ടമില്ലെങ്കിൽ തുറന്നു പറഞ്ഞ് പിരിഞ്ഞേക്കുക, അത്ര തന്നെ. അത്രേ ഉള്ളൂ. നിനക്കൊന്നും പറ്റുന്നില്ല, ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല, എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങളിങ്ങനെ അന്യ നാട്ടിലും ഞാനിങ്ങനെ ഇവിടെയും, എനിക്ക് കളി വേണം, എനിക്ക് പറ്റുന്നില്ല, ഞാൻ വേറെ പോകുന്നു എന്ന് പറഞ്ഞ് മാന്യമായിട്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞിട്ട് പോയ അന്തസ്സ്. അല്ലാതെ അദ്ദേഹത്തെ നാണക്കെടുത്തിക്കൊണ്ട് നിന്നെ പോലെയുള്ള കടയാടി മക്കൾ വേറെ കുടുംബമുള്ളവൻ്റെ ആ കുടുംബം നശിപ്പിച്ച് മൊത്തത്തിൽ കയറി പോകുന്നില്ലേ പണ്ണാൻ വേണ്ടിയിട്ട്, അത് അത്ര നല്ല പ്രവൃത്തിയല്ല. ഒളിച്ചോടുന്നതിന് കാരണം സെക്സ് അല്ല, മനസ്സ് ബ്ലോക്ക് ആകുന്നത് കാരണം സെക്സ് ആണ് കാരണമെങ്കിൽ ഓടേണ്ട ആവശ്യമൊന്നുമില്ല. അത് പലരും ചെയ്ത് സുഖമായി ജീവിക്കുന്നുണ്ട്, അത് പുറത്തറിയുന്നില്ല എന്നേ ഉള്ളൂ. പുരുഷനും സ്ത്രീയും എന്നൊന്നും വ്യത്യാസമില്ല. ഓക്കെ, ഒരു പോയിന്റിൽ കറക്റ്റ് ആയിരിക്കും. മേ ബി സെക്സ് ആണെങ്കിൽ ഓക്കെ, ആരും അറിയാണ്ട് നൈസായിട്ട് അടിയിൽ കൂടി അവിഹിതം വലിച്ചുകൊണ്ട് നടന്നാൽ മതി. പിന്നെ ചിലവന്മാരും ഈ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കും. ഇവളുമാരെ പോലുള്ള കുറേ വിവരദോഷികൾ വിശ്വസിക്കും. സ്വന്തം ഭാര്യയും മക്കളെയും നോക്കാത്ത, തിരിഞ്ഞു നോക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും സന്തോഷം കൊടുക്കാത്ത, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ പോലും കെയർ ചെയ്യാത്ത ഈ കടയാടി മോൻ അവിഹിതത്തിൽ കണ്ടെത്തുന്ന ഒരു സുഖമുണ്ട്, കട്ട് തിന്നുന്ന സുഖം. അവിടെ ഒരുപാട് വാഗ്ദാനങ്ങളും കെയറുകളും വാരി വാരി കോരി ഇട്ട് കൊടുക്കും. അത് കണ്ടും കൊണ്ട് വീഴുന്ന അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ പോകുന്ന ഇവളുമാരെ പോലെയുള്ള വിഡ്ഢികൾ. ഓക്കെ, അപ്പോൾ 8000 കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്നും സന്തോഷമായിരിക്കും, ട്രിപ്പിംഗ് മോഡായിരിക്കും, സെറ്റായിരിക്കും, വൈബായിരിക്കും, സുഖമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെയൊക്കെ കൂടെ പോകുന്ന ഈ കടയാടി മക്കൾ. അല്ലാണ്ട് ഇവളുമാരെ എനിക്കൊന്നും പറയാനില്ല. സെക്സ് എന്ന് പറയുന്നത് അവിടെ ഒരു പോയിന്റ് തന്നെയാണ്. ഓക്കെ, അതും കൂടി സുഖം തേടി തന്നെയാണ് പോകുന്നത്. കട്ട് തിന്നുമ്പോൾ അവന് കിട്ടുന്ന സുഖവും കട്ട് തിന്നാൻ നിന്നു കൊടുക്കുമ്പോൾ ഇവക്ക് കിട്ടുന്ന ഒരു സുഖവും രണ്ടും രണ്ടാണ്. ഓക്കെ, പാവം മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അവസ്ഥയാണ് പാവം. സത്യമുള്ള കാര്യമല്ല പറയാമല്ലോ. പാവം അയാൾ. നീ സ്വാമിയുടെ ഉപദേശം അരോചകമായി തോന്നുന്നു. സ്വാമിയുടെ ഉപദേശം? ഏത് സ്വാമി? ഞാനാ സ്വാമി? ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾക്കിടയിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നതായി തോന്നിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് സ്ത്രീകൾ മാത്രമല്ല 10, +1, +2 ക്ലാസ്സിലെ കുട്ടികളും എന്തൊക്കെയോ തെറ്റുപോലെ കാണുന്നുണ്ട്. എല്ലാ മതത്തിലും പെട്ടവർക്കുമുണ്ട് ഇങ്ങനെ, പക്ഷേ ഇവരിൽ കൂടുതലായി കാണുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കൂടുതലായി പുറത്ത് നാട്ടുകാർ അറിയുന്ന ന്യൂസ് ചിലപ്പോൾ ഇതായത് കൊണ്ടായിരിക്കും. അല്ലാതെ നമ്മളുടെ നാട്ടിലും എല്ലാം ഉണ്ട്. എൻ്റെ നാട്ടിലും ഉണ്ടല്ലോ. ഇതൊന്നും ആരെങ്കിലും പുറത്തറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. മീഡിയയിൽ വന്നിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. സ്വന്തം ഭർത്താവിനെ തേച്ചൊട്ടിച്ചു, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവസാനം സ്വന്തം ഭർത്താവിനെ തേച്ചൊട്ടിച്ച് വേറൊരുത്തൻ്റെ കൂടെ വേറെ ജോലി സ്ഥലത്ത് പോയി, അവിടെ പോയി, പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും പോയി, വീണ്ടും വന്ന് തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന്, അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട് എൻ്റെ നാട്ടിലുണ്ട്. ഇതൊന്നും പുറം ലോകം അറിയാത്തതുകൊണ്ട് ആരും അറിയാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് പുറത്തറിയുന്ന കേസുകൾ മാത്രമാണ് ഇതുപോലെ ചർച്ചയാകുന്നത്. അല്ലാത്തത് ഒരുപാടുണ്ട്. അത് ജാതി മതമൊന്നും നോക്കിയിട്ടല്ല. വിവരദോഷികളാണ് പറയുന്നത് മുസ്ലിങ്ങളിലാണ് കൂടുതലെന്ന്. ഞാനതേ പറയത്തുള്ളൂ. പ്രവാസികളുടെ ഭാര്യമാർ 90% നല്ലവരാണ്. അള്ളാഹുവെ ഭയപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ്. ഇതിൽ 10% പേരാണ് പറയിപ്പിക്കുന്നത്. 2 കൈയും അടിച്ചില്ലെങ്കിൽ ഒച്ച ഉണ്ടാവുകയുള്ളൂ. സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുരുഷന്മാരും അതിൽ മോശമാകുന്നില്ല. രണ്ടും കണക്കാണ്. അവൻ വേറൊരു കുടുംബം, ഒരു സ്ത്രീയെയും 3 മക്കളെയും ചതിച്ചും കൊണ്ടാണ് ഈ കടയാടി മോളെയും കൊണ്ടുപോയത്. എല്ലാ അപരാധികൾ തന്നെയാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പ്രവാസിയുടെ ഭാര്യ മാത്രമല്ല, നാട്ടിൽ എത്രയോ ആളുകളുടെ ഭാര്യ, എത്രയോ പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നു, എത്രയോ പേർ അവൾ എല്ലാം അനുഭവിച്ച് ശവമാകും എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ നല്ല തെറിവിളി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അത്യാവശ്യമാണ്. തെറിവിളിയല്ല, തന്തയ്ക്ക് വിളി, അതിൻ്റെ അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും കൊടുക്കണം. ഇനി വേറൊരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ഞാനൊരു 7 സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിൽ. സഹോദരൻ, നിങ്ങളുടെ വാക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ ഒളിച്ചോടിയതാണെന്ന്. ഈ പോസ്റ്റ് ഞാൻ കുറെ നാളുകളായി കാണാൻ സാധിക്കുന്നു. ഈ സ്ത്രീ ഏകദേശം 16-ാം തീയതി മുതലേ ഈ പോസ്റ്റ് കാണുന്നുണ്ട്. ഈ കുട്ടിയെയും ഈ സ്ത്രീയെയും കാണുവാനുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഞാൻ വിജയിച്ചതാണ് ഈ സ്ത്രീ ഒളിച്ചോടി പോയതാണ് എന്നുള്ളത്. ഈ ഒളിച്ചോടി പോയ ഭാര്യയെ ചിന്തിച്ചിട്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. മുമ്പ് ഇവളും ഒളിച്ചോടി പോയ ഒരു സ്ത്രീയായിരുന്നു. അവസാനം ഡ്രഗ് കേസിലും പല കേസുകളിലും പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. പിന്നെ നിങ്ങളുടെ മകനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ പല ആളുകളും ഒളിച്ചോടി പോയ ഈ മക്കളെയും മകനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല കേസുകളിലും ഡ്രഗ് കേസുകളും പല ലോഡ്ജുകളിലും ഈ മക്കളെയും കൂട്ടിയിട്ട് ഇവന്മാർ പോകും. അവസാനം ഇവരൊക്കെ ഗതി നിങ്ങൾക്കറിയാലോ, ലഹരി കേസിലൊക്കെ പിടിക്കപ്പെട്ട് ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ ട്രാക്കിലോ അല്ലെങ്കിൽ പിച്ചെടുക്കുകയോ ഇതല്ലാതെ വേറൊരു ഗതി വരില്ല. അതുകൊണ്ട് ഒളിച്ചോടി പോയ ഭാര്യയെ പറ്റിയിട്ട് പിന്നെ അവസാനം നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ട് കാര്യങ്ങൾ നേരിടുക. കാരണം അവൾക്ക് ഒരു ഗതിയുമില്ലാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വീടും സ്ഥലവും, കാരണം നിങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും സ്ഥലവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവരെ നിയമപരമായിട്ട് നേരിടും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾ അതിനുള്ള നടപടികൾ സ്വീകരിക്കുക. മാത്രമല്ല
ഈ 13 പവനും ഏകദേശം ഡ്രസ്സും ഒക്കെ എടുത്തിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും, അവരുടെ വോയിസിനും സംസാരത്തിനും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇവരുടെ കുടുംബക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കേണ്ട. അവരുടെയും കൂടി സപ്പോർട്ടോട് കൂടി അല്ലാതെ ഇവർ ഇങ്ങനെ പോവാൻ നിൽക്കില്ല. നിങ്ങളുടെ പ്രവാസ ലോകത്ത് നിന്ന് ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും കട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അനുഭവം അനുഭവിക്കും. ഇതുപോലെ തന്നെ ഇവളും ഒരു പ്രാവശ്യം പോയി, അവസാനം ലഹരി കേസിൽ മാഹിയിൽ വെച്ച് പിടിക്കപ്പെട്ടു, ജയിലിലേക്ക് പോയി. കാമുകമാരുടെ നിരകളാണ് ഇവർക്ക്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇവരുടെ കൂട്ടത്തിൽ മക്കളാണ് ഇവർക്ക് മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് നിങ്ങൾ സൂക്ഷിക്കാം. അതുകൊണ്ട് മക്കളെ എങ്ങനെയെങ്കിലും സ്വന്താക്കാൻ നോക്കിക്കോ. അതെ, മക്കളെ എങ്ങനെയെങ്കിലും ആ കൊച്ചു പയ്യനെ തിരിച്ച് അയാൾക്ക് കിട്ടട്ടെ. കാരണം മക്കളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകും കൂടെ. നാളെ വളർന്ന് വല്ലാകുമ്പോൾ ചിലപ്പോൾ ആ മക്കൾ തിരിച്ചറിയും എൻ്റെ അച്ഛനായിരുന്നു ശരിയെന്ന്. അത് ചിലപ്പം കുറച്ച് വൈകിയായിരിക്കും. രഞ്ജീഷിൻ്റെ കേസിൽ കണ്ടില്ലേ, അവള് പോയിട്ട് അവസാനം പിന്നെ നിയമപരമായിട്ട് ആ കൊച്ചിനെ തിരിച്ചു കൊണ്ടുപോയപ്പോൾ മനോവേദന കാരണം രഞ്ജിഷ് തീർന്നു. നാളെ ഒരു കാലത്ത് ആ മകൻ തിരിച്ചറിയും തൻ്റെ അച്ഛൻ തീർന്നത് എന്തിനാണ്, ഇവിടെ ആരായിരുന്നു ശരിയെന്ന് ആ മകൻ തിരിച്ചറിയും. അന്ന് ചിലപ്പോൾ ആ തള്ളയെ ഉപേക്ഷിക്കും. ഓക്കെ, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എടി കടയടി മക്കളെ, നിനക്കൊക്കെ കഴപ്പുണ്ടെങ്കിൽ ഒന്ന് കാര്യം തുറന്ന് പറയണം. പിന്നെ നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് പോയി അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. നിനക്കൊക്കെ പറ്റുന്നില്ലെങ്കിൽ വേർപിരിഞ്ഞ് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിന് ശേഷം പൊക്കോ, അവരാധീരോ കൂടെ വേണം. അല്ല ഓരോ കുടുംബ ബന്ധങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇല്ലാണ്ടാക്കിയിട്ട് നശിപ്പിച്ച് നാറാണത്താക്കിയിട്ട് പോവാതെ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും നീയൊക്കെ എവിടെയെങ്കിലും ട്രാക്കിലായി കിടക്കുന്നു തീർന്നെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ നല്ല അധികം സന്തോഷമുണ്ട്. നിന്നെപ്പോലത്തെയൊക്കെ തീരേണ്ട കേസുകളാണ്. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.